ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നല്ലവരായ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ മുത്തുനബിയെ ഓർക്കുന്ന ഈ വേളയിൽ ഞാനും ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പ്രവാചകൻ അറേബ്യയുടെ തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു. സ്ത്രീയുടെ തലയിൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത വിറകുകളുണ്ടായിരുന്നു. അവർ പ്രയാസപ്പെട്ട് നടന്നു വരുന്നത് കണ്ട പ്രവാചകൻ ഒട്ടും താമസിച്ചില്ല. വൃദ്ധയുടെ അടുത്തോട് ചെന്ന വിറക് കെട്ട് തന്റെ ശിരസിലേക്ക് എടുത്തു വെച്ച് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ സ്ത്രീക്ക് വല്ലാതെ സന്തോഷമായി. പക്ഷെ ആ സ്ത്രീ മുസ്ലിം അല്ലായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് എന്ന ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ ഇതുവരെ നമ്മൾ ആരാധിച്ചു പോന്നിരുന്നത് ദൈവങ്ങളെ ഒന്നും ആരാധിക്കരുതെന്നും ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്നും അയാൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞു മോൻ മുഹമ്മദിന്റെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഇതു കേട്ട പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ പുറകിൽ നടന്നു വീട്ടിലെത്തി. വിറകുകെട്ട് വൃദ്ധയുടെ വീട്ടിൽ ഇറക്കി വെച്ച് യാത്ര പറയാൻ നേരം വൃദ്ധ നബിയുടെ പേര് എന്താണ് ചോദിച്ചപ്പോൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദിനാണ് എന്നു പറഞ്ഞുകൊണ്ട് മന്ദസ്മിതം കൊണ്ട് മടങ്ങി വരികയുണ്ടായി. ഇതാണ് നമ്മുടെ പ്രവാചകൻ. ഇതാണ് ശത്രുക്കളെയും തന്റെ വശമായ പെരുമാറ്റം കൊണ്ട് മിത്രങ്ങളാക്കാൻ കഴിവുള്ള സ്വഭാവത്തിന് ഉടമ. ഇതോടെ എന്റെ കൊച്ചു കഥ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.